1 ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. പുതുയുഗയാത്ര സമാപന സമ്മേളനത്തിലെ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനങ്ങൾ പൊള്ളയായ വാഗ്ദാനങ്ങളെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ 24നോട്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടത്തിയ പ്രഖ്യാപനങ്ങൾ നടപ്പിലായിട്ടില്ല. UDF നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളിൽ ഏതെങ്കിലും നടപ്പിലായിട്ടുണ്ടോ എന്ന് മന്ത്രി KN ബാലഗോപാൽ ചോദിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിച്ച പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളന വേദി അത് അവസാനിച്ചിട്ടുണ്ടായിരുന്നത് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയായിരുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി UDF സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നതെങ്കിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെ കുറിച്ചൊക്കെ വലിയ ഉറപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കേരളത്തിലെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്നത് നമ്മുടെ ധനമന്ത്രിക്ക് തന്നെയാണ്. ധനമന്ത്രി KN ബാലഗോപാൽ 24നൊപ്പം ചേരുകയാണ്. വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് മന്ത്രി കേട്ടിട്ടുണ്ടാവും. എന്താണ് അതിനോടൊക്കെയുള്ള പ്രതികരണം? നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാജ്യത്തിൻ്റെ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞതായ കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി ഇന്നലെ ധാരാളം അനൗൺസ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചൊരു കാര്യമുണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച്. ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇവർ കൊട്ടിഘോഷിച്ചതുപോലെ മോശപ്പെട്ട തരത്തിലേ അല്ല, നല്ല ഒരു മെച്ചപ്പെട്ട തരത്തിലാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെക്കാളും മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയാണ്. ഇന്ത്യയിൽ ഏറ്റവും മെച്ചപ്പെട്ട സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും ഇപ്പോൾ ആശുപത്രി അതുപോലെ വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലൊക്കെ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത് നമ്മളാണ്. ക്ഷേമ പെൻഷൻ 62 ലക്ഷം പേർക്ക് കൃത്യമായി മുടങ്ങാതെ കൊടുക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം. 2000 രൂപ വെച്ച് സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന നിലയിൽ 1000 രൂപ വെച്ച് കൊടുക്കുന്നു. കണക്റ്റീവ് വിദ്യാർത്ഥികളുടെ സർക്കാർ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ, അവരുടെ ശമ്പള പരിഷ്കരണം, അവരുടെ DA കുടിശ്ശിക ഇതെല്ലാം കൊടുക്കുകയാണ്. ഇത് പറയുമ്പോൾ തൊട്ടടുത്ത കാര്യം പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ സ്ഥിതി വളരെ മോശമാണിപ്പോൾ. സാമ്പത്തികമായി കേരളം വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്ക് പോകും എന്നിവർ പ്രതീക്ഷിച്ചതുപോലെ ആയിട്ടില്ല. പക്ഷേ ജനങ്ങൾ തീരുമാനിച്ചു LDF വന്നാൽ ഇതൊക്കെ ചെയ്യും. LDF വന്നു. ഇത് വലിയ ഉത്തരവാദിത്വമാണ്. 30,000 കോടിയാണ് ഒരു വർഷം കൂടിയത്. അത് മുഴുവൻ കൃത്യമായി കൊടുത്തു തീർത്തു. ഇപ്പോൾ ബാക്കിയും കൂടെ നമ്മൾ പ്രഖ്യാപിച്ചു. അത് ചെയ്യും. ഇടതുപക്ഷം പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഇപ്പോൾ അവർ നടത്തിയ പ്രഖ്യാപനം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞത് ആരും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 10-18 മാസക്കാലം പെൻഷൻ കൊടുക്കാതെ 600 രൂപയുള്ളെന്ന് 22 ലക്ഷം പേർക്ക് 20 ലക്ഷം പേർക്കേ അന്ന് പെൻഷനുള്ളൂ. ഇപ്പോൾ 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കിട്ടുന്ന ആളുകൾ നല്ലൊരു ഭാഗമുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ ചോദിച്ചോ, ക്ഷേമ പെൻഷൻ കിട്ടുന്നവർ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട്. അവർക്കൊക്കെ മാസം തോറും കിട്ടുന്നുണ്ട്. അതൊക്കെ നേരിട്ടുള്ള സാക്ഷ്യമാണ്, അല്ലാതെ ഞങ്ങൾ പറയുന്നതല്ല. എന്തായാലും പ്രതിപക്ഷ നേതാവ് ഇന്നലെ നടത്തിയ വാഗ്ദാനങ്ങൾ അത് പൊള്ളയായിട്ടുള്ള UDFന്റെ വാഗ്ദാനങ്ങളാണ് എന്നുള്ളതാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഇപ്പോൾ പറഞ്ഞു വെച്ചത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.